ഗായ്സ്, അപ്പോൾ നമുക്ക് ഇന്ന് ഒരു ബെസ്റ്റ് ഗെയിമിംഗ് ഫോണിനെ പറ്റി സംസാരിച്ചാലോ? നമ്മൾ ലേറ്റ് എത്തുന്ന ഫോണിനെ പറ്റി സംസാരിച്ചു, അപ്പോൾ പിന്നെ ഗെയിമിങ്ങും കൂടെ സംസാരിക്കാം അല്ലേ? അപ്പോൾ ഞാൻ ഇന്ന് ഇവിടെ പറയാൻ പോകുന്നത് പോക്കോ F7 പറ്റിയിട്ടാണ്. ോട്ട് കിടക്കുന്നതിന് മുമ്പ് എൻ്റെ വീഡിയോ നിങ്ങൾ മൊത്തം കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ എന്തെങ്കിലുമൊക്കെ ഇമ്പ്രൂവ് ചെയ്യാനുണ്ടെങ്കിൽ കമൻറ്റ്സ് വരെ അറിയിക്കുക. അപ്പോൾ ഞാൻ എൻ്റെ അടുത്ത വീഡിയോയിൽ കുറച്ചും കൂടി ഇമ്പ്രൂവ് ആയിട്ട് വരുന്നതായിരിക്കും. സോ നിങ്ങളുടെ സബ്സ്ക്രൈബും ഷെയറും ലൈക്കും ഒക്കെ കിട്ടിയാൽ മാത്രമേ നിങ്ങൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ട് എന്ന് എനിക്ക് മനസ്സിലാവൂ. അപ്പോൾ എനിക്ക് കുറച്ചുകൂടെ മോട്ടിവേറ്റ് ആയിട്ട് എനിക്ക് നല്ല കുറച്ച് വീഡിയോസുകൾ ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. ഇവിടെ പെട്ടിക്കകത്ത് എന്തൊക്കെ ഉണ്ടെന്ന് ചോദിച്ചാൽ ഒരു സിം ഇഞ്ചക്ടർ ടൂൾ ഉണ്ട്. അത് പിന്നെ എല്ലാത്തിലും കാണുമല്ലോ, അതില്ലാതെ എന്ത് കളി. പിന്നെ 90 വാട്ടിൻ്റെ ഒരു ചാർജർ ഉണ്ട്, A2C കേബിൾ ഉണ്ട്, പിന്നെ കുറച്ച് ബുക്ക്ലെറ്റ്സ്, അതും സ്വാഭാവികം. ഇതിനവർ സാധാരണ ഫോണുകളിൽ തരുന്നത് പോലെ ഒരു ട്രാൻസ്പാരന്റ് ബാക്ക് കവർ അല്ല പ്രൊവൈഡ് ചെയ്യുന്നത്, മറിച്ച് ഒരു പ്രീമിയം ടച്ച് തരുന്ന ചെറിയ രീതിയിലുള്ള ഒരു നല്ല കവർ തന്നെയാണ് അവർ പ്രൊവൈഡ് ചെയ്യുന്നത്. ബേസ് മോഡൽ വന്നിട്ട് 31,999 അടുത്ത വേരിയന്റ് വന്നിട്ട് 33,999 രൂപയാണ്. 3 കളർ വേരിയന്റ് ആണുള്ളത്: ഫാൻറ്റം ബ്ലാക്ക്, ഫോറസ്റ്റ് വൈറ്റ്, പിന്നെ ഇതിന്റെ സ്പെഷ്യൽ എഡിഷൻ സൈബർ സിൽവർ എഡിഷൻ. ഇതിന്റെ ഡിസൈൻ വന്നിട്ട് സൈഡ് മൊത്തം ഒരു മെറ്റൽ ഫ്രെയിമും അതുപോലെ തന്നെ ബാക്കിൽ നല്ല ഗ്ലാസും ആണ്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഫോൺ കവർ ഇടാതെ യൂസ് ചെയ്യുമ്പോൾ തന്നെ ഒരു നല്ല നല്ല പ്രീമിയം ക്വാളിറ്റി ഉണ്ട്. പക്ഷെ ഒരു കാര്യം ഞാൻ എടുത്തു പറയാം, ഇതിന്റെ സ്പെഷ്യൽ എഡിഷനെ പറ്റി ഞാൻ പറഞ്ഞല്ലോ, അതിന് ചെറിയ ഒരു കുഴപ്പമുണ്ട്. കാരണം അതിന്റെ ബാക്ക് വന്നിട്ട് നല്ലൊരു ഗ്ലാസ് ഫിനിഷ് ആയതുകൊണ്ട് തന്നെ നമ്മുടെ ഈ ഫിംഗർ ഒക്കെ വെക്കുമ്പോൾ അതിന്റെ ഫിംഗർ പ്രിന്റ് അവിടെ തെളിയാൻ വളരെ ചാൻസ് ഉണ്ട്. പിന്നെ നിങ്ങൾക്കതൊരു പ്രശ്നമല്ല എങ്കിൽ വേറെ ആർക്കും ഒരു പ്രശ്നമല്ല. POLED ഡിസ്പ്ലേ ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ നമ്മുടെ iCare ഡിസ്പ്ലേ ആണ് അവർ പ്രൊവൈഡ് ചെയ്യുന്നതെന്നാണ് പോക്കോക്കാർ പറയുന്നത്. അപ്പോൾ ഡിസ്പ്ലേനെ പറ്റി പറയുകയാണെങ്കിൽ വെറ്റ് ടച്ച് സപ്പോർട്ടും ഉണ്ട്, ഗ്ലൗസ് ടച്ച് സപ്പോർട്ടും ഉണ്ട്. സോ നിങ്ങൾ ഗ്ലൗസ് ഇട്ട് വണ്ടിയൊക്കെ ഓടിക്കുകയാണെങ്കിലും നിങ്ങൾക്ക് ഫോൺ എടുക്കാൻ പറ്റും. മഴയത്തും നിങ്ങൾക്ക് ഫോണ് ഒരു കുഴപ്പമില്ലാണ്ട് യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ ഫ്രണ്ടിലും ബാക്കിലും യൂസ് ചെയ്തിരിക്കുന്ന ഗ്ലാസ് മെറ്റീരിയൽ വന്നിട്ട് ഗൊറില്ല ഗ്ലാസ് 7i ആണ്. ഗൊറില്ല ഗ്ലാസ് 7i ആയതുകൊണ്ട് തന്നെ പറയാമല്ലോ, നിങ്ങൾക്ക് നല്ലൊരു സേഫ്റ്റിയാണ് നമ്മുടെ പോക്കോക്കാർ എൻഷുർ ചെയ്യുന്നത്. കാരണം ഗൊറില്ല ഗ്ലാസ് 7i പറയപ്പെടുന്നത് 1 മീറ്റർ ഹൈറ്റിൽ നിന്ന് വീണാലൊന്നും ഫോണിന് ഒന്നും പറ്റത്തില്ല എന്നാണ്. അതേസമയം വേറെ ഗ്ലാസ് ഒക്കെ ആണ് എങ്കിൽ അത് വിത്ത്സ്റ്റാൻഡ് ചെയ്യാറില്ല. തിക്നെസ് വന്നിട്ട് 8.1 mm ആണ്. അതുപോലെ വെയിറ്റ് വന്നിട്ട് 222 gram ആണ്. അത് ഇച്ചിരി വെയിറ്റ് കൂടുതലാണ് എങ്കിലും ഈക്വലി ഡിസ്ട്രിബ്യൂട്ടഡ് ആയതുകൊണ്ട് തന്നെ വലിയ തരക്കേടില്ലാണ്ട് പോവാം. റിഫ്രഷ് റേറ്റ് വന്നിട്ട് 120 Hz ആണ് കിട്ടുന്നത്. അതുപോലെ തന്നെ പീക്ക് ബ്രൈറ്റ്നസ് വന്ന് 3200 nits കിട്ടും. എന്നാൽ അതേസമയം നമ്മൾ വെളിയിലൊക്കെ പോകുമ്പോൾ 1800 nits വരെ കിട്ടും. സോ നമുക്ക് വെളിയിൽ ഡയറക്റ്റ് സൺലൈറ്റ് ഒരു ബുദ്ധിമുട്ട് തോന്നത്തില്ല സ്ക്രീൻ യൂസ് ചെയ്യാൻ. IP റേറ്റിങ്ങിനെ പറ്റി പറയുമ്പോഴാണ് എടുത്ത് തന്നെ പറയാം, 3 IP റേറ്റഡ് ആണ്: IP66, IP68, IP69. സോ പൊടിക്കാറ്റോ അല്ലെങ്കിൽ മഴയോ ഒന്നും നിങ്ങളുടെ ഫോണിന് ഏക്കത്തില്ല എന്നും പറഞ്ഞ് കൊണ്ട് വെള്ളത്തിൽ മുക്കണ്ട. കാരണം ഇൻ കേസ് കംപ്ലൈന്റ് ആയാൽ നിങ്ങൾക്ക് കയ്യിൽ നിന്ന് തന്നെ പൈസ പോകേണ്ടി വരും. എന്നാൽ കമ്പനി പറയുന്നത് നിങ്ങൾക്ക് ഒരു 30 മിനിറ്റ് 2 മീറ്റർ വെള്ളത്തിന്റെ അടിയിൽ കൊണ്ടുപോയെന്ന് പറഞ്ഞ് ഒരു പ്രശ്നമില്ല എന്ന്. ആര് പറയുന്നതല്ലേ നമുക്ക് വിശ്വസിക്കാൻ പറ്റൂ. ഡോൾബി വിഷനും HDR10+ അവൈലബിൾ ആണ്. ബ്ലൂടൂത്തിന്റെ വേർഷൻ 6, വൈഫൈയുടെ വേർഷൻ 7, പിന്നെ NFC അവൈലബിൾ ആണ്. സ്പീക്കേഴ്സിനെ പറ്റി പറഞ്ഞാൽ നമുക്ക് ഡ്യുവൽ സ്റ്റീരിയോ സ്പീക്കേഴ്സ് ആണ് തന്നിരിക്കുന്നത്. പക്ഷേ കമ്പയർ ടു അതർ ഫോൺസ് നമ്മുടെ സ്പീക്കർ അല്പം ശബ്ദം കുറവാണെന്ന് പോലെ എനിക്ക് തോന്നി. കാരണം നമ്മൾ ഒരു റൂമിൽ ഒറ്റയ്ക്കിരിക്കുകയാണ് എങ്കിൽ നമുക്ക് ആ ഒരു ഫീല് വരത്തില്ല. പക്ഷെ കുറച്ച് നമ്മൾ ലൗഡ് പ്ലേസിലൊക്കെ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആ ശബ്ദം ഇച്ചിരി കുറവുള്ള പോലെ ഫീൽ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ മുകളിലും താഴെയും സ്പീക്കേഴ്സ് ഉണ്ട് എങ്കിലും താഴത്തെ സ്പീക്കറിലാണ് കുറച്ചുകൂടെ സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. താഴത്തെ സ്പീക്കർ ഇൻ കേസ് എന്തെങ്കിലും ഇപ്പൊ നമ്മൾ കൈകൊണ്ട് അടയ്ക്കുകയോ അങ്ങനെ എന്തെങ്കിലും ചെയ്യുകയാണ് എങ്കിൽ ശബ്ദം വളരെ കുറവായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. ഇനി നമുക്ക് പ്രൊസസ്സറിനെ പറ്റി പറയാം. സ്നാപ്ഡ്രാഗൺ 8s Gen 4 ചിപ്സെറ്റ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഓപ്പറേറ്റിംഗ് സിസ്റ്റം വന്നിട്ട് Android 15 വിത്ത് Xiaomi HyperOS 2.0 ആണ്. സോ നമുക്കൊരു ബെറ്റർ പെർഫോമൻസ് പ്രതീക്ഷിക്കാം. 4 വർഷത്തെ ആൻഡ്രോയിഡ് അപ്ഡേറ്റും 6 വർഷത്തെ സെക്യൂരിറ്റി പാച്ചും ആണ് ഫോൺ നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. പെർഫോമൻസ് വൈസ് പറയുകയാണെങ്കിൽ നല്ല സ്മൂത്ത് പെർഫോമൻസ് തന്നെയാണ് നമുക്ക് തരുന്നത്. നല്ല ഗെയിമിങ്ങിനായാലും അനിമേഷൻസ് ആയാലും ബാറ്ററി ഒപ്റ്റിമൈസേഷൻ ഒക്കെ ആയാലും കുഴപ്പമില്ലാത്ത പെർഫോമൻസ് തന്നെയാണ് നമുക്ക് ഫോൺ തരുന്നത്. സ്റ്റോറേജ്
LPDDR5Xന്റെ 8 GB 12 GB റാമാണ് യൂസ് ചെയ്തിരിക്കുന്നത്. UFS 4.1ന്റെ ഇന്റേണൽ സ്റ്റോറേജ് ആണ് നമുക്ക് ഫോൺ പ്രൊവൈഡ് ചെയ്യുന്നത്. 256 GB 512 GB വേരിയൻസ് ആണ് നമുക്ക് കിട്ടുന്നത്. UFS 4.1 ആയതുകൊണ്ടും LPDDR5X ആയതുകൊണ്ടും നമുക്ക് ഫോണിൽ ഒരു ലാഗിങ് ഇഷ്യൂ ഒന്നും ഫീൽ ചെയ്യത്തില്ല. ക്യാമറ പ്രൈമറി ലെൻസ് വന്നിട്ട് 50 MB സോണിയുടെ IMS882ന്റെ ലെൻസ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. രണ്ടാമത്തെ ലെൻസ് വന്നിട്ട് 8 MB അൾട്രാ വൈഡ് ലെൻസ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. സെൽഫി ക്യാം വന്നിട്ട് 20 MB ലെൻസ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. ആദ്യം തന്നെ പറയാമല്ലോ, ഈ ഫോൺ ഒരു ഫോട്ടോസെൻട്രിക് ഫോൺ അല്ല. സോ ഒരു ക്യാമറ ഫോൺ വേണം എന്നും പറഞ്ഞാണ് നിങ്ങൾ വാങ്ങുന്നതെങ്കിൽ മേ ബി ഇതിന് പോവാണ്ടിരിക്കുന്നതായിരിക്കും നല്ലത്. കാരണം ഈ ഒരു പ്രൈസ് റേഞ്ച് നിങ്ങൾക്ക് നല്ല ക്യാമറ ഉള്ള ഫോൺസ് കിട്ടുന്നുണ്ട് ഇപ്പൊ മാർക്കറ്റിൽ. സോ ഇത് അവർ മെയിൻലി ഫോക്കസ് ചെയ്യുന്നത് ഗെയിമിങ്ങിനാണ്. ക്യാമറയുടെ ക്വാളിറ്റീനെ പറ്റി പറയുകയാണെങ്കിൽ ചില ഫോട്ടോകൾ വന്നിട്ട് ഒരു ഓവർ ഷാർപ്പണിങ് പോലെ ഫീൽ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഡിം ലൈറ്റിലൊക്കെ എടുക്കുമ്പോൾ നമ്മുടെ ഹെയറും പിന്നെ ഫേസും ഒക്കെ ഒന്ന് സ്മൂത്ത് ആവുന്നുണ്ട്, ഒരു ക്ലാരിറ്റി ലോസ് പോലെ ഫീൽ ചെയ്യുന്നുണ്ട്, കുറച്ചും കൂടെ സ്മൂത്ത് ആവുന്നുണ്ട്. ഇതൊക്കെ പറയുന്നുണ്ടെങ്കിലും ഞാൻ പറയട്ടെ, അപ്ഡേറ്റ്സ് വരെ ഇതൊക്കെ ചിലപ്പോൾ ഒപ്റ്റിമൈസ് ചെയ്യും. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ അത്രയും നല്ലൊരു ചിപ്സെറ്റ് ആണ് ഇവർ യൂസ് ചെയ്യുന്നത്. ബാക്ക് വീഡിയോ വന്നിട്ട് 4K 60 FPS വരെ നമുക്ക് ഷൂട്ട് ചെയ്യാം. പക്ഷെ ഫ്രണ്ടിൽ വന്നിട്ട് 1080p നമുക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. ബാറ്ററിനെ പറ്റി പറയുമ്പോൾ നമ്മൾ എടുത്ത് പറയാനുള്ളത് പോക്കോക്കാരി നമുക്ക് തരുന്നത് ഒരു എമ്മാണ്ടം ബാറ്ററി തന്നെയാണ്. 7550 mAh ബാറ്ററിയാണ് തരുന്നത്. നല്ലൊരു ബാക്കപ്പ് തന്നെ തരുന്നതായിരിക്കും. എങ്ങനെ പോയാലും ഒരു 3/4 ദിവസം നമുക്ക് ഈ ചാർജ് ചെയ്യേണ്ട ആവശ്യം വരത്തില്ല. അതേസമയം നോർമൽ പേഴ്സണ് ഒരു 2 ദിവസവും ചാർജ് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല എന്നാണ്. പിന്നെ ഈ ഫോണിനെ നമുക്കൊരു പവർ ബാങ്ക് ആയിട്ട് യൂസ് ചെയ്യാം. എങ്ങനെയെന്നല്ലേ, നമുക്ക് ഈ ഫോണിൽ നിന്ന് വേറൊരു ഫോണിലോട്ട് റിവേഴ്സ് ചാർജിങ് പറ്റുന്നതാണ്. അതും 22.5 വോൾട്ടിന്റെ റിവേഴ്സ് ചാർജിങ് ആണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഒരു ചെറിയ ഗാഡ്ജറ്റ് ഒക്കെ ഫുൾ ചാർജ് ആവാൻ ഇതും മതി. ഇനി ഇതിന്റെ AI ഫീച്ചേഴ്സിലോട്ട് വരാം. ഇതില് സർക്യൂട്ട് ടു സെർച്ച് ഉണ്ട്, അതുപോലെ ജെമിനി ഉണ്ട്, AI റൈറ്റിംഗ് ഉണ്ട്. ഇപ്പൊ നിങ്ങൾക്ക് ഒരു ലെറ്റർ എഴുതണം എങ്കിൽ നിങ്ങൾ ജസ്റ്റ് പ്രോംപ്റ്റ് അടിച്ചു കൊടുത്താൽ മതി, നമ്മുടെ ലെറ്റർ ഇങ്ങ് കയ്യിൽ തരും. AI സബ് ടൈറ്റിൽസും അവൈലബിൾ ആണ്. പിന്നെ എടുത്തു പറയണ്ടല്ലോ, ഗാലറി വരുന്ന എൻഹാൻസ് മോഡ്, ഇറേസർ മോഡ്, അങ്ങനെ ഇഷ്ടംപോലെ AI ഈ ഫോണിലും അവൈലബിൾ. അടുത്ത നമുക്ക് ഗെയിമിങ്ങിനെ പറ്റി പറയാം. ഇതൊരു ഗെയിമിംഗ് സെൻട്രിക് ഫോൺ ആണ് എങ്കിലും എടുത്തു പറയാലോ, ഇതില് നമുക്ക് ഔട്ട് ഓഫ് ദ ബോക്സ് 90 Hz മാത്രമേ BGMI ഒക്കെ കളിക്കാൻ പറ്റത്തുള്ളൂ. 120 Hz ഇപ്പോൾ അവൈലബിൾ അല്ല. പക്ഷേ വരും കാലത്തുള്ള അപ്ഡേറ്റ്സ് വരെ 120 Hz കിട്ടില്ല എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. കാരണം അത്ര ഒപ്റ്റിമൈസ്ഡ് ആണ് ഫോൺ. ഗെയിം പറയുമ്പോൾ തന്നെ പറയാലോ, ഇതിലൊരു കൂളിംഗ് സിസ്റ്റം ഉണ്ടെന്നാണ് അവർ പറയുന്നത്. എങ്കിലും നമ്മളൊരു 30 മിനിറ്റ് ഒക്കെ ഗെയിം കളിക്കുമ്പോൾ ഫോൺ ലേശം ഒന്ന് ചൂടാവുന്നുണ്ട്. അതിന് കാരണമുണ്ട്. കാരണം മെറ്റാലിക് ഫ്രെയിമും ഗ്ലാസും ആണ് നമ്മളെ ബാക്കിൽ വരുന്നത്. മേ ബി അതുകൊണ്ടും ആവാം. ചൂട് എന്ന് പറഞ്ഞാൽ വെട്ടിത്തിളക്കുന്ന ചൂടല്ല ഞാൻ ഉദ്ദേശിച്ചത്, ഒരു സ്ലൈറ്റ് ഹീറ്റിംഗ് ഇപ്പൊ ഫോണിലുണ്ട്. മേ ബി അതും നമുക്ക് ഫ്യൂച്ചർ അപ്ഡേറ്റ്സിലോടുകൂടി മാറ്റുന്നതായിരിക്കും. ഹൈലൈറ്റ്സ്, ഇതിന്റെ മാസീവ് ബാറ്ററിയാണ് ഇതിന്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറയാം. കാരണം 7550 mAh, അതും വെൽ ഒപ്റ്റിമൈസ്ഡ്. ഇത് പറയാനുള്ളത് ഇതിന്റെ ലോങ് ടേം ആൻഡ്രോയിഡ് അപ്ഡേറ്റ്സും സെക്യൂരിറ്റി പാച്ചും ആണ്. IP66, 68, 69 റേറ്റഡ് ആണ്. സോ നമുക്ക് മഴയത്തും പൊടിക്കാറ്റിലൊന്നും ഇത് വലിയ ഏക്കലില്ല. 4, ഇതിന്റെ ഗൊറില്ല ഗ്ലാസ് 7i ഗൊറില്ല ഗ്ലാസ് യൂസ് ചെയ്യുന്നത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇതൊരു നല്ല പ്രൊട്ടക്ഷൻ ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. അടുത്ത ഹൈലൈറ്റ് വന്നിട്ട് ഇത് നമുക്കൊരു പവർ ബാങ്ക് ആയിട്ട് യൂസ് ചെയ്യാം. അതും 22.5 വോൾട്ടിന്റെ പവർ ബാങ്ക് ആയിട്ട്. അപ്പൊ ഇനി ഡ്രോബാക്ക് ആയിട്ട് ആദ്യം തന്നെ തോന്നിയത് ഇതിന്റെ കോസ്റ്റ് കട്ടിങ്ങിന്റെ ഭാഗമായിട്ടായിരിക്കാം ഇതിന്റെ ഡിസ്പ്ലേ POLED ഡിസ്പ്ലേ ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. പക്ഷേ ഗ്ലോബൽ വേരിയന്റിൽ ഇതിന് അമലോഡ് ഡിസ്പ്ലേ ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. വൈ പോക്കോ ഗ്ലോബലി കൊടുത്തിട്ട് നമുക്ക് ഇന്ത്യക്കാർക്ക് മൊത്തം POLED തന്നത്? POLED ഒരു മോശം ഡിസ്പ്ലേ എന്നല്ല, പക്ഷെ അമലോഡ് ഡിസ്പ്ലേനെ വെച്ച് നോക്കുകയാണ് എങ്കിൽ ഒരു പടി താഴെ തന്നെ ആയിരിക്കും POLED നിൽക്കുന്നത്. രണ്ടാമത്തത്, ഗെയിമിങ്ങിന്റെ കാര്യത്തിൽ പറഞ്ഞ പോലെ തന്നെ 120 Hz കിട്ടുന്നില്ല. കാരണം ഇതൊരു ഗെയിമിംഗ് സെൻട്രിക് ഫോൺ ആയിട്ട് ഇവർ ഇറക്കുന്നത് കൊണ്ട് തന്നെ ഒരു 120 Hz ഗെയിം കളിക്കാൻ പറ്റണമായിരുന്നു. പക്ഷെ 90 Hz ഉള്ളൂ. പക്ഷെ ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഫ്യൂച്ചർ അപ്ഡേറ്റ് വഴി അത് നമുക്ക് പരിഹരിക്കപ്പെടുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. മൂന്നാമത്തത്, ഹീറ്റിംഗ് ഇഷ്യൂ. ചെറിയ ഒരു രീതിക്കുള്ള ഹീറ്റിംഗ് ഇഷ്യൂസ് ഫോണിൽ ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ട്.
സോ നമുക്കതും ഫ്യൂച്ചർ അപ്ഡേറ്റ് വഴി മാറ്റുമെന്ന് പ്രതീക്ഷിക്കാം. പിന്നെ ഇതിന്റെ സ്പീക്കർ ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ, ഒരു അല്പം ശബ്ദം കുറവുള്ളത് പോലെ തന്നെയാണ് എനിക്ക് ഫീൽ ചെയ്തത്. പിന്നെ 5, ബൈപ്പാസ് ചാർജിങ് ഇല്ല. ഒരു ഗെയിമിംഗ് ഫോൺ ആവുമ്പോൾ ഒരു ബൈപ്പാസ് ചാർജിങ് അവർ പ്രൊവൈഡ് ചെയ്യണമായിരുന്നു. അപ്പോൾ ബൈ.